ഹായ് എല്ലാവർക്കും നമസ്കാരം. ഐഷൂസ് ട്രൈ മൈ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തെങ്ങിൻ പൂക്കുല ലേഹ്യമാണ് ഉണ്ടാക്കുന്നത്. തെങ്ങിൻ്റെ പൂക്കുലൊക്കെ നമുക്ക് എല്ലാ വീട്ടിലും തെങ്ങ് മുറിക്കുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഏറ്റവും ഇളയ പൂക്കുലയാണ് നമ്മളിതിന് വേണ്ടി ഉപയോഗിക്കുക. ഭയങ്കര മൂത്തത് എടുക്കില്ല. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഞാനിതിന് ശർക്കരയാണ് ആദ്യം എടുത്തത്. 6 ശർക്കര. കുറച്ച് വെള്ളവും ചേർത്ത് അടുപ്പത്തുനിന്ന് നന്നായിട്ട് അലിയിച്ചെടുക്കണം. പിന്നെ വേണ്ടത് ഈ തെങ്ങിൻ പൂക്കുല ഞാൻ പറഞ്ഞല്ലോ അധികം മൂക്കാത്ത ഇതാണ് എടുത്തത്. അത് ഇതേമാതിരി ചെറിയതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 സ്പൂണ് ജീരകം, അതായത് ചെറിയ ജീരകമാണ് എടുത്തത്. പിന്നെ വേണ്ടത് പച്ചരിയാണ്. പച്ചരി ഞാൻ 1 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അതൊരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണം. വീടുകളിലൊക്കെ തെങ്ങ് മുറിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ പൂക്കുല നമ്മൾ വെറുതെ കളയരുത്. എടുത്ത് വെച്ചിട്ട് എന്തായാലും ഇതേമാതിരി ലേഹ്യമൊക്കെ ഉണ്ടാക്കി കഴിക്കുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഗുണം ചെയ്യുന്ന ഒരു ലേഹ്യമാണത്. അപ്പോൾ ഞാനിപ്പോൾ മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ച ആ ഒരു പച്ചരിയും പൂക്കുലയും പിന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ശർക്കര ചേർക്കണം. നേരത്തെ ഞാൻ കനിയിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മിക്സിയിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളി എടുക്കാം. ഞാൻ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലെണ്ണയാണ് എടുത്തത്. 2 വലിയ സ്പൂണ് നല്ലെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. അതേമാതിരി 2 വലിയ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം അതൊന്ന് ചേർത്തിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനതാ ആ മിക്സ് ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ മുന്നേ ഇതിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഒരു 2 വലിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്തുക. അതും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക. അടി പിടിക്കാതെ നോക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് ഇതിന് പണ്ടേ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ പ്രസവശേഷിയും അതേമാതിരി മെച്യൂർഡായ സമയത്തൊക്കെ ഇത് നിർബന്ധമായിരിക്കും കഴിക്കണം എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇത് വളരെ സിമ്പിളായിട്ടൊരു നാടൻ ലേഹ്യമാണ് ഞാൻ ഉണ്ടാക്കിയത്. എൻ്റെ അമ്മമ്മയൊക്കെ പണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എന്താ പറയുക, അത്യാവശ്യം നല്ല ഗുണങ്ങളുള്ളതാണ്. പിന്നെ ഈ ബാക്ക് പെയിനും ഒക്കെ നല്ലതാണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക. ഇപ്പം ഞാൻ ഈ ഒരു പരുവമായി വരുന്നത് കണ്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ സ്റ്റേജസ് ഇനി കാണിക്കാം. അപ്പോൾ കണ്ടത് അതേമാതിരി ഇങ്ങനെ മാറി മാറി വരും. ഇതിലിനി ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എണ്ണ ഇങ്ങനെ തെളിയുന്ന മാതിരി വരും. അതായത് എണ്ണയും ലേഹ്യമൊക്കെ ഇങ്ങനെ വേറെ വേറെ ആയി നിൽക്കും. നമുക്കത് ചട്ടുകത്തിൽ ഇങ്ങനെ കറക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു പരുവാകുമ്പം അത്യാവശ്യം ഇതിൻ്റെ ആ കൊഴുത്ത ആ ഒരു ഇത് മാറി ഇങ്ങനെ ഒരു ഉരുണ്ട ഒരു ടെക്സ്ചർ വരും. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാവുന്നതാണ്. എന്നിട്ട് നല്ല കുപ്പീൻ്റെ ഒരു പാത്രത്തിൽ സ്റ്റോർ ചെയ്തിട്ട് എത്ര കാലം വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മളെ തെങ്ങിൻ പൂക്കുല ലേഹ്യം റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്